എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയം എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവും ആകുന്നു. ആമേൻ. ഹല്ലേലൂയ. നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. 18 സങ്കീർത്തനത്തിലൂടെ ആമേൻ ഭക്തൻ ആകുന്ന ദാവീദ് പറഞ്ഞു തുടങ്ങുന്നത് ഇപ്രകാരമാണ്: എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്നു. എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എല്ലാത്തിലൂടെ ദൈവാത്മാവ് പറയുന്നത്, ദൈവമെന്ന കർത്താവ് പറയുന്നത് ഹല്ലേലൂയ വിശ്വാസത്തെക്കുറിച്ചാകുന്നു. ഹല്ലേലൂയ വിശ്വാസത്തെക്കുറിച്ച്. അതിൽ ആമേൻ കോട്ട, ശൈലം, ഒന്നത് പറ ശൈലം, കോട്ട, ഹല്ലേലൂയ പാറ, പരിച, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്ന ഹല്ലേലൂയ ആമേൻ ഭക്തനാകുന്ന ദാവീദിന്റെ വചനങ്ങളാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാനിടയിൽ തീർന്നത് വിശ്വാസത്തെക്കുറിച്ച് ചിന്തിപ്പാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മള് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 1-2 വചനങ്ങൾ വായിച്ചപ്പോൾ അവിടെ നമ്മൾ വായിപ്പാനിടയിൽ തീർന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്ന് നമ്മൾ ചിന്തിപ്പാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വചനത്തിൽ നിന്ന് തന്നെ പിന്നെയും ദൈവാത്മാവ് എന്നോട് പിന്നെയും സംസാരിച്ചു. ചില കാര്യങ്ങൾ കൂടെയൊക്കെ ഓർപ്പിച്ച് ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ വിരാമം കൊടുക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ഇത് ചിന്തിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഹല്ലേലൂയ അതൊരു വലിയൊരു ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു ജീവിതമാണ് വിശ്വാസ ജീവിതം. വിശ്വസിക്കുക എന്നത് ആമേൻ വിശ്വാസം നീതിയാണ്. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടുവെന്നാണ്. പ്രൈസ് ദി ലോർഡ്. മറ്റു യാതൊരു തരത്തിലുള്ള നിർവഹണങ്ങളെ ചെയ്യുവാൻ ആമേൻ മറ്റൊന്നിലൂടെയും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. ആമേൻ. അല്ലേ, എന്നാൽ വിശ്വാസത്താല് ആമേൻ നമുക്ക് ദൈവനീതിയെ നിവർത്തിപ്പാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. അത് നമുക്ക് ആ നീതിയെ ദൈവം ഏറ്റവും ലളിതമാക്കി വെച്ചിരിക്കുകയാണ്, ഏറ്റവും ലഘുവാക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. ആമേൻ. അത് നീതിയായി തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ്. അവൻ നീതിയായ ന്യായാധിപതിയാണ്. അവൻ നീതിയെ ഇഷ്ടപ്പെടുന്ന നീതിയാണ്. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഭക്തൻ നീതിയായ ദൈവത്തിൽ ആശ്രയിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ ഹല്ലേലൂയ എന്ന പകൽക്കാലത്തിൽ ആമേൻ ഹല്ലേലൂയ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാനിടയിൽ തീർന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്ന് പറയുവാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലത്തിൽ ഞാൻ പിന്നെയും ചുവടുവെക്കുന്നത് ഹല്ലേലൂയ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, അതിനെക്കുറിച്ച്, ആശിക്കുന്നതിൻ്റെ ഉറപ്പിനെ കുറിച്ചാകുന്നു ഇന്ന് പകൽക്കാലത്ത് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആശിക്കുന്നതിൻ്റെ ഉറപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആശയ്ക്ക് ഉറപ്പില്ല, എന്നാൽ ആമേൻ ഉറപ്പിന് ഉറപ്പുണ്ട്. ഉറപ്പുള്ളതെല്ലാം ഉറപ്പുള്ളതാണ്. ഹല്ലേലൂയ. ബലമുള്ളതെല്ലാം ഉറപ്പുള്ളതാണ്. പക്ഷേ ആശയ്ക്ക് ഒരു തരത്തിലും ഉള്ള ഉറപ്പില്ല. ഹല്ലേലൂയ. ആമേൻ. ആ ഉറപ്പില്ലാത്ത അവസ്ഥയിൽ നിന്നും ഉറപ്പുള്ള അവസ്ഥയിലേക്ക് നീങ്ങുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിലായാലും എവിടെ നോക്കിയാലും ഹല്ലേലൂയ ഉറപ്പില്ലാത്ത അവസ്ഥകളെയും അനുഭവങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. ലോകത്തിൽ ജീവിക്കുന്നത് ആമേൻ ലോകത്തിൽ എന്നേക്കുമായി നമുക്ക് ജീവിക്കാം എന്നുള്ളത് ഒരു ഉറപ്പുമില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ ദൈവത്തിലൂടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ശാശ്വതമായി ജീവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ.
ഉറപ്പില്ലായ്മയും ഹല്ലേലൂയ ആശിക്കുന്നതും ഉറപ്പും. ഹല്ലേലൂയ. എന്നാൽ ഈ ആശ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു വീട് വയ്ക്കണമെന്ന് ആശിക്കുന്നുണ്ടല്ലേ, അതൊരു ആശയാണ്. ഒരു കാറ് വാങ്ങണമെന്ന്, ഒരു സൈക്കിൾ വാങ്ങണമെന്ന്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വസ്തുവോ വാങ്ങണമെന്ന്, ഒരു നിലം വാങ്ങണമെന്ന്, ഹല്ലേലൂയ, അല്ലെങ്കിൽ നമുക്ക് ഒരു ദൈവദാസനാവണമെന്ന്, അല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥനായി തീരണമെന്ന് നമ്മൾ ആശിക്കുന്നു. ഫസ്റ്റിലെ വരുന്നത് ആശയാണ്. ആശിക്കുന്നതാണ് അത് ബലപ്പെട്ട് അത് പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നത്, ഉറപ്പിലേക്ക് നീങ്ങുന്നത്. നമ്മൾ ഏതൊരു കാര്യമായിരുന്നാലും ഫസ്റ്റിൽ നമ്മൾ ആശിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഹല്ലേലൂയ വലിയ ഉദ്യോഗങ്ങളിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ആശിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണേ. എല്ലാവരും കുഞ്ഞുങ്ങൾ വളർന്ന് അവർ ഉന്നത വിദ്യാഭ്യാസമൊക്കെ പ്രാപിച്ച് അതിലൂടെ അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ ഉന്നത ഉദ്യോഗസ്ഥങ്ങൾ ലഭിക്കണം, ഗവൺമെൻറ് ഉദ്യോഗങ്ങൾ ലഭിക്കണം, നല്ല ശമ്പളം ലഭിക്കണം എന്ന് നമ്മൾ ഫസ്റ്റിൽ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് നല്ലൊരു കുടുംബജീവിതം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തെ വയലിനെ ഉഴുത് ഒരു നല്ല ഈ വർഷത്തിൽ നമ്മൾ നെൽമണി നടയണം, ഞാറ് നടയണം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരുപാട് ആശകൾ കൊണ്ട് നിറഞ്ഞതാണ് ഹല്ലേലൂയ. ആമേൻ. മനുഷ്യ ജീവിതം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ആശിക്കും പ്രകാരമാണ് പിന്നെ അതിനെ പ്രവൃത്തിയിലേക്ക് ചെല്ലുന്നത്, ഉറപ്പിലേക്ക് ചെല്ലുന്നത്. ഒരു കാലത്തിൽ നമ്മൾ ആശിച്ചിരുന്നതായിരിക്കും മറ്റൊരു കാലത്തിൽ നമ്മളത് പ്രവൃത്തിപഥത്തിലേക്ക് ഉറപ്പിലേക്ക് എത്തിച്ചേരുന്നത്. ആശിച്ച കാര്യം അത് സ്ഥാപിപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഒരു ഭവനം പണിയണമെന്ന് ചിന്തിക്കുന്നത് ആശയായിട്ടിരിക്കുകയാണ്, ആഗ്രഹിക്കുന്നത് ആശയായിട്ടിരിക്കുകയാണ്. അത് നിവർത്തിച്ച് കഴിയുമ്പോൾ, ഭവനം പണിത് കഴിയുമ്പോൾ അത് അത് വിശ്വാസത്തിലേക്ക് നമ്മൾ വരുവാനിടയിൽ. നമുക്കൊരു ഭവനം ലഭിച്ചു, ഭവനം പണിയാൻ കഴിഞ്ഞു, നമുക്ക് ലഭിച്ചു, നമുക്ക് കിട്ടി, നമ്മൾ ആ പ്രവൃത്തി ചെയ്തു, ഉറപ്പുള്ള കാര്യമാണ്. നമുക്ക് കൊടുക്കുവാൻ കഴിഞ്ഞു, ഉറപ്പുള്ള കാര്യമാണ്. നേരത്തെ നമ്മൾ ചിന്തിച്ചത് കൊടുക്കണം എന്ന് ചിന്ത, അത് ആശയാണ്. പക്ഷേ പ്രവൃത്തിപഥത്തിലേക്ക് വന്നപ്പോഴാണ് അതാകുന്ന ഉറപ്പ്, അതാകുന്ന വിശ്വാസം, ഉറപ്പുള്ളതാണ് വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ പ്രത്യേകാല് ഈ ചിന്തയ്ക്കെല്ലാറ്റിനും കാരണമായിരിക്കുന്നത് ഇനി പറയാൻ പോകുന്നൊരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എക്സാമ്പിൾ കുറച്ച് ഇങ്ങനെ ഓർപ്പിച്ചു. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഞാൻ ഓർപ്പിച്ചത്, നമ്മൾ ഒരു ദൈവാലോചന പറയുവാൻ ആഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ സമയത്തിൻ്റെ പരിമിതികൾ, അതിനെക്കുറിച്ച് ആഴമായി പഠിക്കുവാനുള്ള ഹല്ലേലൂയ അതിന് നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുവാനുള്ള അവസരങ്ങളൊക്കെ നമുക്ക് വേണം. ഹല്ലേലൂയ. ആമേൻ. പല ദൈവദാസന്മാരൊക്കെയും പ്രസംഗ വിഷയങ്ങളൊക്കെ തയ്യാറാക്കി അധികം പ്രാവശ്യം അതിനെ പറഞ്ഞു വരുമ്പോൾ അതിന് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തുവാനിടയെത്തിരും. പ്രൈസ് ദി ലോർഡ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുവാനിടയെത്തിരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഓർപ്പിച്ചതുപോലെ ഹല്ലേലൂയ മനുഷ്യൻ്റെ ജീവിതം. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചിന്തിച്ചെന്താണ്? ഹല്ലേലൂയ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 2 പാട്ട് പാടുവാനിടയെത്തിരുന്നു. ഒന്ന് എന്താ പാടിയത്? ജീവിതം വിളയല്ലയോ, ഞാനും നിമിഷങ്ങളല്ലയോ, ല്ലയോ ആലായുസ് ക്ഷങ്ങളല്ലയോ. ആമേൻ. ജീവിതം, മനുഷ്യന്റെ ഒരു ജീവിതം ദീർഘമിളയല്ലയോ. ഹല്ലേലൂയ. അതിൻ്റെ ആയുസ് ഹല്ലേലൂയ ആമേൻ നിമിഷങ്ങളല്ലയോ എന്ന് നമ്മൾ ചിന്തിപ്പാനിടയിത്തീർന്നു. ഭക്തന്മാർ ദൈവവചനത്തിലൂടെ എഴുതി നമുക്ക് നൽകിയിരിക്കുന്നത് ആമേൻ മനുഷ്യൻ്റെ ആയുസ് ഒരു നിഴൽ പോലെയെന്ന്, മായയെന്ന്, പൂ പോലെയെന്ന്, ഹല്ലേലൂയ ആമേൻ ഉറച്ചു നിന്നൊരു ശ്വാസമെന്ന് എന്നൊക്കെയാണ് ഇങ്ങനെ പ്രകാരമൊക്കെ ഹല്ലേലൂയ ഇങ്ങനെ വർണ്ണിച്ചിരിക്കുകയാണ്, ഉപമിച്ചിരിക്കുകയാണ് മനുഷ്യൻ്റെ ജീവിതത്തെ. എന്നാൽ ഹല്ലേലൂയ
ആമേൻ ഒരു നീർക്കുമിള എന്നാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മനുഷ്യ ജീവിതം ഒരു നീർക്കുമിള. ഹല്ലേലൂയ. അത് ബാല്യം മുതൽ അവസാനം വരെയും ആമേൻ നീർക്കുമിള വേഗത്തിൽ ആമേൻ അത് നിലനിൽക്കുന്ന ഒരു ഘടകമായ ഒരു വസ്തുതയല്ല നീർക്കുമിള. അത് വേഗത്തിൽ ആമേൻ ഉടഞ്ഞു പോകുന്ന ഒരു സാധനമാകുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു പ്രതിഭാസമാകുന്നു, അതിലേക്ക് സംഭവമാകുന്നു നീർക്കുമിള. അത് വേഗത്തിൽ ഉടഞ്ഞു പോകും. എന്നാൽ ആമേൻ നമ്മൾ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് അങ്ങനെയാണ് നമ്മൾ ചിന്തിപ്പാനിടയിൽ പിന്നെ ചിന്തിപ്പാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. യൗവനകാലത്തിൽ ഹല്ലേലൂയ നമ്മൾ ചിന്തിപ്പാനിടയിൽ തീർന്നു എന്താണ്? ഹല്ലേലൂയ. വെള്ളത്തിൻ കുമിള പോലെ മുങ്ങി മിന്നി വിളങ്ങിടുന്ന ചെടികൾ സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ എന്ന് ഭക്തൻ പാടുകയാണ്. യൗവനക്കാരെ നോക്കിയിട്ട് ആ ഭക്തൻ പാടി എങ്ങനെയാണ്? വെള്ളത്തിൻ കുമിള പോലെ മുന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങളൻ എതിരേൽക്കു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വെള്ളത്തിൻ കുമിളയെന്ന് ആമേൻ മനുഷ്യജീവിതത്തെ ഫുള്ളായിട്ട് പറഞ്ഞത് ഹല്ലേലൂയ ജീവിതം ഒരു നീർക്കുമിള എന്ന് പറയാനിടയിൽ തീർന്നു. എന്നാൽ യൗവനക്കാരെ കുറിച്ച് പാടിയത് വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡീക സുഖങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് മനുഷ്യ ജീവിതമെന്ന് ഭക്തൻ ഇങ്ങനെ പാടിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ ആമേൻ യാതൊരു ഉറപ്പുമില്ലാത്ത ഈ ലോകത്തില് ഹല്ലേലൂയ ലോകത്തെ കുറിച്ച് നശ്വരമായ ലോകം, മായയായ ലോകം, ഹല്ലേലൂയ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യ ജീവിത ആയുഷ്കാലം ഹല്ലേലൂയ ഇതുപോലെ വെള്ളത്തിൻ കുമിള പോലെയുള്ളതെന്നാണ്. ഹല്ലേലൂയ യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു കാലഘട്ടത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉറപ്പില്ലാത്ത കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം ആണെങ്കിലും നമ്മൾ വിശ്വാസ ജീവിതത്തിലേക്ക് ഉറപ്പിലേക്ക് കടന്നു വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഉറപ്പാണ് വിശ്വാസം എന്ന് ദൈവാത്മാവ് ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ കാണുന്നത് പ്രാരംഭത്തിൽ ആശയെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞു. ആശ വളർന്ന് വലുതായാണ് അത് വിശ്വാസത്തിലേക്ക്, പ്രവൃത്തിയിലേക്ക്, ഉറപ്പിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിപ്പാനിടയിൽ തീർന്നത് ഒന്നാമത് ഫസ്റ്റിൽ ആമേൻ ഒരു കൊച്ചുകുട്ടി, ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു കൊച്ചുകുട്ടിയുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ആയുസ്സിൽ അമ്മയുടെ അമ്മയിൽ നിന്ന് ജനിച്ചാൽ അത് ജനിച്ച് വളർന്നു വരുന്നത് ശൈശവ പ്രായം കഴിഞ്ഞ് പിന്നെ ഒരു കുട്ടിയായിത്തീരുന്ന ഒരു കുട്ടി. ഹല്ലേലൂയ. അത് അങ്ങനെ വളർന്നാണ് ഒരു വലിയ മനുഷ്യനായി തീരുന്നത്. പ്രാരംഭത്തിൽ ശിശുവായിട്ട് ജനിച്ച് അത് അല്പം കൂടി വളരുമ്പോൾ ഒരു കുട്ടിയായിട്ട് തീരുമ്പോഴാകുന്നു അതിൻ്റെ മേൽ ഹല്ലേലൂയ ഈ ആശ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ശൈശവ കാലഘട്ടത്തിൽ യാതൊരു ആശയുമില്ല. ആമേൻ. അതിന് അമ്മയുടെ മടിയിൽ ജീവിക്കുന്നൊരു കാലഘട്ടം, അതിന് യാതൊരു ഉറപ്പുമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് അതിരിക്കുന്നത്, അവൻ വളരുന്നത്. അത് കഴിഞ്ഞ് ബാല്യക്കാരനാകുമ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. ബാല്യക്കാരനായി ഒരു ബാല്യക്കാരനായി ഒരു കുട്ടിയായി തീരുമ്പോൾ കുറച്ചുകൂടി ശൈശവപ്രായത്തിൽ വളർന്ന ഒരവസ്ഥയാണ് കുട്ടി എന്ന് പറഞ്ഞത്. ആ കുട്ടിയുടെ ജീവിതത്തിൽ ആശകൾ കടന്നു വരികയാണ്. ഹല്ലേലൂയ. ആശ കടന്നു വരുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിപ്പാനിടയെത്തുന്നത് ഒരു ഇരിക്കുന്ന സമയത്ത് ആ കുട്ടി ആഗ്രഹിക്കുന്നത് എന്താകുന്നു? ഹല്ലേലൂയ. ആമേൻ. നീർക്കുമിളയെ പോലുള്ള ആശകൾ കുട്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു. തുടർന്ന് ആമേൻ അത് കുട്ടി കുറച്ചുകൂടി വളരാവുമ്പോൾ ആമേൻ ബലൂണിനെ ആശിക്കുന്നു. അടുത്ത് ബലൂണിനെ ആശിച്ചു. അല്ലെങ്കിൽ ആദ്യം നീർക്കുമിളയെ ആഗ്രഹിക്കുന്നു. നമ്മൾ കൊച്ചുകുട്ടിയുടെ ജീവിതത്തിൽ വലിയ രസകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ നീർക്കുമിളയെ സന്തോഷിക്കുന്നത്. ഹല്ലേലൂയ. തുടർന്നത് കുറച്ചുകൂടി വളരുമ്പോൾ ഒരു ബലൂണുകളിൽ ഊതി വീർപ്പിക്കുന്നതിലൊക്കെയും അത് ആനന്ദം കാണുന്നു. അത് വിശ്വസിക്കുകയോ രസിക്കുകയോ എന്തൊക്കെ ചെയ്യുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ബലൂണിൻ്റെ അവസ്ഥ കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഹല്ലേലൂയ. കുറച്ചുകൂടെ അതൊക്കെ പൊട്ടിപ്പോകുന്ന നിലനിൽക്കാത്ത കാര്യമാണ്. ആശയായിട്ടിരിക്കുകയാണ്, ആശിക്കുന്ന കാര്യങ്ങളാണ്. ഉറപ്പെന്നാൽ അത് ഉറപ്പില്ലാത്ത കാര്യമാണ്. കുറച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പിലേക്ക് കയറി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പറയാനിടയിൽ തീർന്നു. ആമേൻ. കൊച്ചുകുട്ടി അല്പം കൂടി അങ്ങോട്ട് വളരുമ്പോൾ അത് പിന്നീട് ഉറപ്പിലേക്ക് നീങ്ങും. ബലൂണ്
അത് നിലനിൽക്കുന്ന വകയല്ല. അതിൽ ബലൂണിൻ്റെ ആ ചിന്തയിൽ നിന്ന് വീണ്ടും അത് പരിവർത്തിച്ച് വളർന്ന് കുറച്ചുകൂടി ഉറപ്പുള്ളത്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും ബലൂൺ പിടിച്ചോണ്ട് നടക്കോ? കുഞ്ഞാറ്റയുടെ ജീവിതത്തിൽ കുഞ്ഞാറ്റയ്ക്ക് ഇപ്പോഴും ബലൂണ് വേണം. പണ്ട് ബലൂണൊക്കെ വേണമായിരുന്നു, ഇപ്പോൾ വേണമെന്ന് തോന്നണ. ഒരു സൈക്കിൾ കിട്ടിയ ചവിട്ടാൻ തോന്നുന്നില്ലേ? ഇല്ലേ? അതുമില്ലേ? നമ്മുടെ ജിബിനെ അടുത്ത് വിളിക്കാം. ജിബിന് സൈക്കിൾ കിട്ടിയ ചവിട്ടാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. കണ്ട, സൈക്കിള് ചവിട്ടാൻ കുഞ്ഞുങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുള്ളവരുണ്ട്? സൈക്കിൾ കിട്ടിയ ചവിട്ടിക്കൊണ്ട് പ്രൈസ് ദി ലോർഡ്. എന്നാൽ കുറച്ചുകൂടി ഉറപ്പുള്ള കാര്യത്തിലേക്കാണ് പ്രവേശിക്കാൻ താല്പര്യം. നീർക്കുമുള നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് ബലൂണ് കിട്ടി, ബലൂണ് നിലനിൽക്കില്ല എന്ന് കണ്ടു. മൂന്നാമത് ഒരു സൈക്കിളിലേക്ക് നീങ്ങുകയാണ്. ഉറപ്പുള്ളത്, അത് കുറച്ചുകൂടി ഉറപ്പുള്ള കാര്യമാണ്. എന്നാൽ അത് കഴിഞ്ഞാൽ സൈക്കിളിനെക്കാളും ഉറപ്പുള്ളൊരു സാധനം കിട്ടിയേ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ബൈക്കോ സ്കൂട്ടറോ എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്ന്. അതെല്ലാം ഇങ്ങനെ ഊതി നിറച്ചിട്ടുള്ള ഹല്ലേലൂയ വസ്തുതകളാണ്. ഹല്ലേലൂയ. അതിലൂടെ വലിയ പിന്നെ ഒരു കാർ കിട്ടിയാൽ കുറച്ചുകൂടി ഇതിലും പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. വിശ്വാസത്തിലേക്ക് നമ്മൾ ഉറച്ചു കയറുന്ന ഒരു കാലഘട്ടമാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ തലങ്ങളൊക്കെ നീർക്കുമ്പള തീരെ ഉടഞ്ഞു പോകുന്ന യാതൊരു ബലമുള്ളതല്ല. അത് ആശയിൽ കിടക്കുകയാണ്. എന്നാൽ ആശ കുറച്ചുകൂടി വളർന്നിട്ടാണ് ബലൂണിലേക്ക് വന്നത്. പിന്നെയും ആശ വലുതായിട്ട് വലുതായിട്ട് സൈക്കിളിൽ വന്നു. പിന്നെയും ആശ വലുതായിട്ട് സ്കൂട്ടറിലേക്ക് വന്നു. പിന്നെയും ആശ വലുതായിട്ട് പിന്നെയും ഉറപ്പുള്ള അവസ്ഥകളിലേക്ക് കയറി ഇങ്ങനെ കാറിലേക്ക് വന്നു. അതിലിങ്ങനെ വലിയ വലിയ സംരംഭങ്ങളിലേക്ക് അങ്ങനെ ഉറപ്പിലേക്ക് കയറി വരികയാണ്. അതാകുന്നു വിശ്വാസം. ആ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും നമ്മൾ ചിന്തിപ്പാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യ ജീവിതത്തിൽ ഇതൊക്കെയായി സ്ഥിതികളിലൂടെയൊക്കെ കടന്നാകുന്നു അതിൽ വിശ്വാസ ജീവിതത്തിലേക്ക് കയറി വരുന്നത്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ വിശ്വാസത്തിൽ ഒരു വിശ്വാസിയുടെ വിശ്വാസ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുമ്പോൾ നേരത്തെയുള്ള അവിശ്വാസത്തെയൊക്കെ ത്യജിച്ചു കളഞ്ഞിട്ട് പുതിയ വിശ്വാസത്തെ സ്വീകരിപ്പാനിടയിൽ തീരും. ഹല്ലേലൂയ. ഉറപ്പുള്ളതിനെ നമ്മൾ സ്വീകരിപ്പാനിടയിൽ തീരും. ഉറപ്പില്ലാത്തതിനെ ത്യജിച്ചു കളയാനിടയിൽ തീരും. ഹല്ലേലൂയ. ഉറപ്പില്ലാത്തതൊന്നും നിലനിൽക്കത്തില്ല, ഉറപ്പുള്ളത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. നിലനിൽക്കുന്നതിനൊക്കെ എന്തൊക്കെയാണ് നിലനിൽക്കുന്നത്? ലോകത്തിലുള്ളതൊക്കെയും യാതൊന്നും നിലനിൽക്കത്തില്ല. ദൈവം എന്നേക്കും നിലനിൽക്കുന്നു. ദൈവവചനം നിലനിൽക്കുന്നു. ദൈവസ്നേഹം എന്നും നിലനിൽക്കുന്നു എന്നാണ്. ചില കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ, ബാക്കി ഒന്നും നിലനിൽക്കത്തില്ല. മായയിൽ ഉൾപ്പെട്ടതാണ്, അതെല്ലാം നീർക്കുമിളയിൽ ഉൾപ്പെട്ടതാണ്. എന്നാൽ ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് വളർച്ച പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവയൊന്നേക്കും നിലനിൽക്കുവാനായി തീരും. ഹല്ലേലൂയ. ഞാനിത് ഇങ്ങനെ എടുത്തു പറയുന്നതിൻ്റെ സാരാംശം എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ സഭകളിലൊക്കെ നോക്കിയാൽ, സഭയിൽ ഓരോ സഭകളിലെ നോക്കിയാൽ നമ്മളല്ലെങ്കിൽ നമ്മുടെ മുൻപ് കടന്നു വന്ന അവസ്ഥകളെ കുറിച്ചൊന്ന് വിലയിരുത്തിയിട്ട് പോകാൻ വേണ്ടി ദൈവനാമത്തിൽ ഞാൻ ഒരു ആലോചന പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തെന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാം വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കാലങ്ങൾ കൊണ്ട് ഇങ്ങനെ വിശ്വാസികളായിട്ട് ഇരിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഈ വിശ്വാസ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കടന്നു വന്നവരാണ്. നമ്മുടെ മുൻപേ ഉള്ള വിശ്വാസ ജീവിതം ഒക്കെ എപ്രകാരമായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് വിലയിരുത്തി പോകുവാൻ വേണ്ടിയാകുന്നു ഹല്ലേലൂയ ഈ ആലോചന പിന്നെയും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ കാലത്തിൽ നമ്മൾ വിശ്വാസ ജീവിതം നയിച്ചിട്ട് നമ്മൾ വിശ്വസിച്ചതുപോലെയൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഏറെയും നടക്കാതെ വലിയതായിട്ടൊന്നും നടന്നിട്ടില്ല. എങ്കിലും ദൈവം കുറേയൊക്കെ നമ്മളെ നിർത്തി എന്ന് നമ്മൾ വിശ്വസിക്കാം. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് എന്തൊക്കെ യാചിച്ചാലും അതൊക്കെ നൽകി തരുമെന്നാണ് ദൈവം പറയുന്നത്. നമുക്ക് വിശ്വാസത്തോടുകൂടി യാചിക്കുന്നതൊക്കെ ലഭിക്കുമെന്ന് ദൈവം പറയുകയാണ്. എന്നാൽ പലപ്പോഴായി നമ്മൾ യാചിക്കും പോലെ ചിലപ്പോൾ എല്ലാം നമുക്ക് ലഭിച്ചെന്ന് വരത്തില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമനുസരിച്ച്, അതിൻ്റെ ബലമനുസരിച്ച്, അതിൻ്റെ ഉറപ്പ് പ്രകാരമാണ് നമുക്ക് ലഭിക്കുമാറാകുന്നത്. ദൈവത്തോട് നമ്മൾ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നു. അത് നമ്മുടെ വിശ്വാസം എത്രത്തോളം എന്ന് ദൈവം പരിശോധിച്ച് നോക്കും. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിൽ എത്രത്തോളം ഉറപ്പുണ്ട്.
അതോ നമ്മളിപ്പോഴും ഉറപ്പില്ലാതെ കുട്ടിയായിട്ട് കിടക്കുകയാണോ? ഉറപ്പുള്ള വിശ്വാസമാണോ എന്ന് ദൈവം നോക്കിയിട്ടാണ് നമുക്ക് വേണ്ടി ദൈവ അനുഗ്രഹങ്ങളെ നൽകി തരുന്നത്. അല്ലെങ്കിൽ ദൈവ വിടുതലുകളായിരുന്നാലും ഏതു തന്നെയായിരുന്നാലും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചെടുക്കണമെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി തീരണം. അതുകൊണ്ടാണ് ഇവിടെ വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. രണ്ടും ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും രണ്ടും ഉറപ്പിനെയാണ് കാണിക്കുന്നത്. ആശിക്കുന്നതിന് ആശ ഉറപ്പില്ലാത്തതാണ്, എന്നാൽ വിശ്വാസം ഉറപ്പുള്ളത്. കാണാത്ത കാര്യങ്ങൾ ഉറപ്പില്ലാത്തതാണ്, നിശ്ചയം ഉറപ്പുള്ളതാണ്. ഹല്ലേലൂയ. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, ആശിക്കുന്നത് എന്താ പറഞ്ഞത്? ഉറപ്പില്ലാത്തത്, വിശ്വാസം ഉറപ്പുള്ളത്. കാണാത്ത കാര്യങ്ങൾ ഉറപ്പില്ലാത്തത്, നിശ്ചയം ഉറപ്പുള്ളത്. ഈ ഉറപ്പിലേക്കാണ്, ഉറപ്പിൻ്റെ മേലാണ് ദൈവം പ്രവൃത്തി. നമ്മുടെ വിശ്വാസം ഉറപ്പുള്ളതായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ പല സഭകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ വളരെ വലിയ ആരാധനകൾ നടക്കുന്നതായി കാണുവാൻ കഴിയുന്നു. ബാൻഡ് മേളത്തോടെയും വാദ്യനാദത്തോടെയും ഘോഷത്തോടുകൂടെയൊക്കെയും ആരാധനകൾ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ ആ ആരാധനയിൽ എത്രത്തോളം വിശ്വാസയോഗ്യമായിട്ട് നടക്കുന്നു? സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നോക്കിയെടുത്തോളം ഇന്നത്തെ സഭാവിശ്വാസം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഞാൻ എത്ര തരമായിട്ട് പറഞ്ഞു വിശ്വാസത്തെ തരംതിരിച്ച് ഉറപ്പിലേക്ക് കയറ്റിയത്. ഒന്ന് നീർക്കുമിളയുടെ അവസ്ഥ, രണ്ടാമത് ഹല്ലേലൂയ ബലൂണിൻ്റെ അവസ്ഥ, മൂന്നാമത് സൈക്കിളിൻ്റെ അവസ്ഥ, നാലാമത് ബൈക്കിൻ്റെ അവസ്ഥ, അഞ്ചാമത് ഒരു കാറിൻ്റെ അവസ്ഥ, ആറാമത് അതിനേക്കാളും വലിയൊരു വാഹനത്തിൻ്റെ അവസ്ഥ. അത്ര ഉറപ്പുള്ള കാര്യങ്ങൾ, അതെല്ലാം ഉറപ്പിലേക്ക് കയറുകയാണ്. ഈ തലങ്ങളിലേക്ക് കയറിയാൽ മാത്രമേ നമുക്ക് വിശ്വാസത്താൽ എന്തെങ്കിലും പ്രാപിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ വിശ്വാസത്തിൽ കീഴേ കിടന്നാൽ ഇന്നും നമ്മൾ അവിശ്വാസികളോടുകൂടെ ബലൂണും പിടിച്ചുകൊണ്ട് നീർക്കുളമയും പിടിച്ചുകൊണ്ട് കിടന്നാൽ നമുക്ക് യാതൊന്നും നമ്മൾ പ്രാപിച്ചെടുക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഇന്നത്തെ വിശ്വാസികളെ നോക്കിക്കഴിയുമ്പോൾ വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കാതെ ഈ ബലൂണ് പിടിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികളുടെ വിശ്വാസം പോലെയാണ്. ദൈവസഭകളിൽ നിന്ന് ദൈവവചനം കേൾക്കുമ്പോൾ അത് കൈയടിച്ച് സ്വീകരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഈ ബലൂണ് തലത്ത് വീഴുന്ന് പൊട്ടിപ്പോകുന്നത് പോലെ ഈ വിശ്വാസ ജീവിതം നഷ്ടപ്പെട്ടു പോകാനിടയിൽ. അതുപോലെയാണ് ഇന്നത്തെ വിശ്വാസ ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ യേശുവിൻ്റെ അടുത്ത് പിശാച് സാത്താൻ വന്ന് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാര് വലിയ വിശ്വാസികളെന്ന് പറഞ്ഞ് നീ കൊണ്ട് നടക്കുന്നു, ശിഷ്യന്മാരെ ഞാനൊന്ന് പാറ്റി കാണിച്ചു തരാം. ശിഷ്യന്മാരെ പാറ്റുവാൻ വേണ്ടി യേശുവിനടുത്ത് സാത്താൻ അനുവാദം ചോദിച്ചു. അപ്പോൾ കർത്താവ് സമ്മതിച്ചില്ല. പാറ്റിയാൽ അവര് പറന്നു പോകും. ആയതുകൊണ്ട് പാറ്റാൻ സമ്മതിച്ചില്ല. ഹല്ലേലൂയ, ആമേൻ. അത് ശിഷ്യന്മാരോട് യേശു ഒരിക്കൽ ഇപ്രകാരം പറയാനിടയിൽ തീർന്നു. ശിഷ്യന്മാർ, പത്രോസേ, നിങ്ങളെ പാറ്റി അനുവാദം ചോദിച്ചു, പാറ്റുവാൻ വേണ്ടി അനുവാദം ചോദിച്ചു. ഞാൻ സമ്മതിച്ചില്ല. ഞാൻ സമ്മതിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ പാറ്റിയാൽ നിങ്ങളുടെ വിശ്വാസം പോകും എന്ന് ഞാൻ ഭയന്നിട്ട് ഞാൻ പാറ്റുവാൻ സമ്മതിച്ചില്ല എന്ന് പറയാനിടയിൽ തീർന്നു. നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ ബലൂണുകളിൽ കടന്നാൽ അത് പാറ്റിയാൽ പെട്ടെന്നങ്ങ് പറന്നു പോകും. ബലൂണിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. നമ്മുടെ വിശ്വാസ ജീവിതം ബലൂണിൽ കിടക്കുകയാണ്, ഉറപ്പിലേക്ക് കയറി വന്നിട്ടില്ല. ഉറപ്പിലേക്ക് കയറി വരാത്തതുകൊണ്ടാണ് നമ്മുടെ കാര്യം സാധ്യമായി തീരാത്തത്. ഉറപ്പിലേക്ക് കയറി വന്നാൽ നമ്മുടെ കാര്യം സാധിക്കും. വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഉറപ്പുണ്ടോ? എന്ത് തന്നെ ആഗ്രഹിച്ചാലോ സാധിക്കും. ദൈവത്തിൽ നിന്ന് നമ്മൾ അപേക്ഷിക്കുന്നതൊക്കെ സാധിക്കും. നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പില്ലാത്ത വിശ്വാസത്തിൽ കിടക്കുകയാണെങ്കിൽ ഒന്നും സാധിച്ചെടുക്കില്ല. ദൈവദാസന്മാർ സഭകളിൽ കടന്നു വരും. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. മോഹന വാഗ്ദാനങ്ങളൊക്കെ ഇങ്ങനെ പറയും. എന്ന് പറഞ്ഞത് നിങ്ങൾ അത് കിട്ടും, ഇത് കിട്ടും, ഇപ്പോൾ സൗഖ്യമാകും, ഇപ്പോൾ തന്നെ വിടിയിക്കപ്പെടും, ഇപ്പോൾ തന്നെ. നമ്മുടെ വിശ്വാസം ഉറപ്പില്ലാതിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ.
ഉറപ്പില്ലായ്മയിൽ നിന്നുകൊണ്ട് അത് കരമടിച്ചൊക്കെ സ്വീകരിക്കുമെങ്കിൽ തന്നെയും ബലൂണിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ഉറപ്പിൽ ആമേക്ക് നമ്മൾ വന്നിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഉറപ്പിലേക്ക് വരണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉറച്ച വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൽ നിന്ന് ആമേൻ പ്രാപിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഞാനിവിടെ പറഞ്ഞു, ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, ഹല്ലേലൂയ, ആമേൻ, നിങ്ങളെ പാറ്റേണ്ടതിന് സാത്താൻ അനുവാദം ചോദിച്ചു. ഞാൻ സമ്മതിച്ചില്ല. നിങ്ങളുടെ വിശ്വാസം പൊയ്പോകും. നമ്മുടെയൊക്കെ ഓരോ ജീവിതങ്ങളെ നമ്മൾ പാറ്റി നോക്കിയാൽ നമ്മൾ വിശ്വാസികളല്ലെന്ന് തന്നെ പറയാം. ചെറിയ ചെറിയ വിശ്വാസികളാണ്, അല്പവിശ്വാസികളാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ നമ്മൾ ഇടറും. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ശിഷ്യന്മാർ യേശുവായിട്ട് നടക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ പ്രതികൂലം വന്നപ്പോൾ ഹല്ലേലൂയ, അവർ പ്രതികൂലത്തിൽ അകപ്പെടുകയാണ്. യേശുവും കൂടെ ഉണ്ട്. അപ്പോൾ യേശു ചോദിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന്. പലപ്പോഴായി ചോദിക്കുന്നത് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ കാണാൻ കഴിയും. എന്നാൽ ഇയ്യോബിന് വന്ന ശോധനയ്ക്ക് ഒത്തതുപോലെ ഇന്ന് ആർക്കും ഇവിടെ ഒരു ശിഷ്യന്മാർക്കും ശോധന വന്നിട്ടില്ല. ഹല്ലേലൂയ. ഈ ഇയ്യോബിന്റെ ജീവിതത്തിൽ ശോധന വന്നപ്പോൾ അവൻ്റെ വിശ്വാസ ജീവിതത്തിൽ അവൻ പിടിച്ചു നിന്നു. എല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും അവൻ്റെ വിശ്വാസ ജീവിതത്തിന് കളങ്കം വരാതെ അവൻ വിശ്വാസത്തിൽ പിടിച്ചു നിന്നു. അതേപോലെയുള്ള ശോധനകളൊന്നും ശിഷ്യന്മാർക്ക് വന്നിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ, ആമേൻ. സാത്താൻ യോബിനെ പരീക്ഷിച്ചു, പാറ്റി പറപ്പിച്ചു. ഹല്ലേലൂയ, പാറ്റാൻ നോക്കി. എന്നാൽ അവനവിടെ ഉറച്ചു നിന്നതുകൊണ്ട് അവന് പാറ്റിക്കളയാൻ സാധിച്ചില്ല. യോബിൻ്റെ ഉള്ളതൊക്കെയും പാറ്റി പറപ്പിച്ചു പിശാച്. അതേപോലെ ശിഷ്യന്മാരെ പാറ്റി കാണിച്ചിരാന്ന് പറയാണ് യേശുവിനടുത്ത്. യേശു സമ്മതിച്ചില്ല. അവരുടെ വിശ്വാസ ജീവിതം നഷ്ടപ്പെടുമെന്ന് കണ്ടിട്ടാണ് അങ്ങനെ സമ്മതിക്കാതെ പോയത്. ആയതുപോലെ കൊണ്ടാണ് നമ്മളെ ഓരോരുത്തരെയും, നമ്മൾ ഇന്ന് അല്പവിശ്വാസികളാണെങ്കിൽ നമ്മളെ കർത്താവ് നിർത്തിയിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം എത്രത്തോളം വളർന്നു നിന്ന് നമുക്ക് എന്ത് തന്നെ വളർന്നു, എത്രത്തോളം വളർച്ച പ്രാപിച്ചു എന്ന്. കുഞ്ഞാറ്റേ, എൻ്റെ വിശ്വാസം എത്രത്തോളം വളർന്നു? കുഞ്ഞുമോളെ, വിശ്വാസത്തിൽ എന്തെങ്കിലും വളർന്നോ? വളർന്ന വിശ്വാസം എത്രത്തോളം, എന്താ നമ്മൾ പ്രാപിച്ച ദൈവത്തിൽ നിന്ന് വിശ്വാസത്തിൽ വളർച്ച പ്രാപിച്ചു? നമ്മൾ വിശ്വാസികളല്ലേ, പേര് വിശ്വാസികളാണ്, വിശ്വാസികളുടെ കൂട്ടത്താണ് ഇരിക്കുന്നത്. വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കാതെ എന്താണ് പ്രാപിക്കാൻ പോകുന്ന ദൈവത്തിൽ നിന്ന്? ഒന്നും കിട്ടത്തില്ല. അത് ഞാനായിരുന്നാലും നമ്മുടെ വലിയ പ്രവാചകന്മാരായിരുന്നാലും ആരായിരുന്നാലും ഒന്നും പ്രാപിക്കില്ല. വിശ്വാസത്തിൽ ശക്തിപ്പെടാതെ ഒന്നും സാധിക്കത്തില്ല. ആമേൻ. ആശിക്കുന്നതിൻ്റെ ആശ വളർന്ന് അത് വിശ്വാസത്തിലേക്ക്, ഉറപ്പുള്ളതിലേക്ക്, ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയത്തിലേക്ക് നമ്മൾ വരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മൾ പ്രതികൂലങ്ങളെ ജയിക്കണമെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ ശക്തിപ്പെടണം. ആമേൻ. ഇന്നത്തെ നമ്മുടെ സഭകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആമേൻ, അല്ലെങ്കിൽ വലിയ സഭക്കൂട്ടങ്ങളുടെ ഇടയിലൊക്കെ പോയാൽ നമ്മൾ ചിലപ്പോൾ അകത്ത് നമ്മൾ വലിയൊരു കൂട്ടത്തിൻ്റെ നടുവിലിരിക്കണമെന്നിരിക്കട്ടെ, ദൈവജനങ്ങളെ ഇങ്ങനെ വിളമ്പുമ്പോൾ നമുക്ക് വളരെ, ആമേൻ, അത് വലുതായിട്ട് തോന്നും. ഉറപ്പുള്ളത് തന്നെയാണ്, വചനം ഉറപ്പുള്ളത് തന്നെയാണ്. പക്ഷെ എല്ലാവരും കേട്ട്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, എല്ലാവരും ഇങ്ങനെ കേൾക്കുന്നുണ്ട് ദൈവവചനം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നത്തെ ഞാൻ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ആ സഭകളിൽ നോക്കിയാലേ, ഒരു സഹോദരി ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ. ഞാനൊരിക്കൽ ഇങ്ങനെ പറയാനിടയിൽ തീർന്നു. ഒരു സഹോദരിയുടെ അടുത്ത് ഇങ്ങനെ പറയാനിടയിൽ തീർന്നു. ആമേൻ. ഒരു കുടുംബത്തിലുള്ള ചില വ്യാധികളും ചില പ്രശ്നങ്ങളും ഉണ്ട് ഒരു ഭവനത്തിനകത്ത്. ആ ഭവനത്തിനകത്ത് നമുക്ക് വിശ്വാസത്തോടുകൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് വിടുവിക്കപ്പെടുമെന്ന് ഒരു സഹോദരിയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു. ഹല്ലേലൂയ. ഇതിനേക്കാളും പാസ്റ്റർ പറയണത് പ്രാർത്ഥിച്ച് അങ്ങ് വിടുവിക്കപ്പെടുന്നു. ആ സഹോദരി പറഞ്ഞ കാര്യം ഇതായിരുന്നു. ആമേൻ. ഇതിനേക്കാളും വലിയ വാലും കുത്തി ചാടുന്ന, ഹല്ലേലൂയ, ദൈവദാസന്മാർ ചാടിയിട്ട് അവർ വിടുവിക്കപ്പെട്ടില്ല. പിന്നെയാണ് ഈ ദൈവദാസൻ പ്രാർത്ഥിക്കാൻ പോണത്, വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കാൻ പോണത്. വിശ്വാസത്താൽ ആമേൻ വാലും കുത്തി ഇങ്ങനെ പറഞ്ഞ സഹോദരിയുടെ മറുപടിയാണ് നടക്കത്തില്ല എന്ന് ആണ് അവിടെ. ഹല്ലേലൂയ എന്നാണ് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. വേറെ സഹോദരി ഇങ്ങനെ പറഞ്ഞത്, കണ്ടിരിക്കുന്നത് ഈ വിശ്വാസത്താൽ ദൈവസഭയ്ക്കകത്ത് ആരാധന നടക്കുമ്പോൾ കൈയടിച്ച് ആരാധിക്കുന്നുണ്ട്. അത് ഇളക്കപ്പെരുക്കമെന്നാണ്.
ഇളക്കപ്പെരുക്കം. അത് ഇളക്കി പെരുക്കിയാൽ ഊതിപ്പെരുപ്പിച്ചാൽ എത്രത്തോളം പെരുകും? ഊതി ഇളക്കി ജനത്തെ ഒന്ന് ഉത്സാഹിപ്പിച്ച് ഇളക്കി ആരാധിച്ച് ഒന്ന് പെരുപ്പിച്ച് എത്രത്തോളം നിലനിൽക്കും? അത് പെട്ടെന്ന് ഉടഞ്ഞങ്ങ് പോകും. വിശ്വാസത്തിൽ യാതൊരു ഉറപ്പുമില്ല. പിന്നെ സഭകളിലൊക്കെ ചിലയിടത്തും കേൾക്കാറുള്ളത് പ്രകടനം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആരാധന ഒരു പ്രകടനമാണെന്ന്, ജനം ആരാധിക്കുന്ന ഒരു പ്രകടനമാണെന്ന്. ഹല്ലേലൂയ. ഇതൊന്നും നിലനിൽക്കത്തില്ല. ഇതൊന്നുമല്ല വിശ്വാസം എന്ന് പറയുന്നത്. ഇളക്കപ്പെരുക്കമല്ല വിശ്വാസ ജീവിതം, പ്രകടനമല്ല വിശ്വാസ ജീവിതം, വാലും കുത്തി ചാട്ടമല്ല വിശ്വാസ ജീവിതം. ഹല്ലേലൂയ. ആശിക്കുന്ന വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്നാണ് ദൈവവചനം പറയുന്നത്. ഹല്ലേലൂയ. ഒന്നിട്ട് വചനങ്ങൾ കൂടി പറഞ്ഞ് വേഗത്തിൽ വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ്. പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും അടിമ വീടായ മിസ്രൈമിൽ നിന്ന്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഇപ്രകാരം ഞാനിങ്ങനെ ഈ വചനം ഇങ്ങനെ ചിന്തിക്കുന്നതിന് കൂടെ ഒരു വചനം കൂടി വായിക്കാൻ ആഗ്രഹിക്കണം പുതുതായിട്ട്. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം. ഹല്ലേലൂയ. ഇങ്ങനെ ഇളക്കപ്പെരുക്കമെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അതിനൊക്കെ ഒരു വിവരണം കൂടെ ആവശ്യമുണ്ട്. അല്ലെ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 29 വചനങ്ങളൊന്ന് വായിച്ചാട്ടെ. ആ വചനം അവിടെ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് ഈ വചനം ഉള്ളത്. സ്തോത്രം. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അവിടെ ഞാനൊന്ന് പറഞ്ഞിട്ടും പോട്ട് പോകാം. അവിടെ ഏലിയാവിൻ്റെ കാലഘട്ടമാണ്. എന്നാൽ ഇസ്രായേലിൽ ആഹാബ് ഭരിക്കുന്ന കാലഘട്ടം, ആഹാബ് സഭയിൽ ഭരിക്കുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ആശേര പ്രതിഷ്ഠകളും ബാൽ വിഗ്രഹങ്ങളൊക്കെ സ്ഥാപിച്ച് രാജാവ് ജനത്തെ ഇസ്രായേലിലെ കൊണ്ട് ബാൽ വിഗ്രഹങ്ങളെ നമസ്കരിക്കുന്ന കാലഘട്ടം. അതിൻ്റെ നടുവിൽ ഒരു ഏലിയാവ്, ദൈവത്തിന് വേണ്ടി ഒരു പ്രവാചകനായിട്ട് ഏലിയാവ് മാത്രമുണ്ട്. സത്യദൈവത്തെ വിശ്വാസത്താൽ ആരാധിക്കുന്ന ഒരു ഏലിയാവ്. ഹല്ലേലൂയ. അവിടെ ഏലിയാവ് പറയുന്നത് എന്താ? വായിച്ചത് സിസ്റ്റർ എന്ന് വായിച്ചാലും വായിച്ച ഭാഗം തന്നെ. ജനത്തോട് പറഞ്ഞത്, ഞാൻ ഒരുത്തൻ മാത്രം ബാലിന്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. ഇവിടെ ആ സംഭവത്തെ ഞാൻ വിവരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പ്രൈസലോട് ഞാൻ തന്നെ പറഞ്ഞു തീർക്കാം. ഇവിടെ ഏലിയാവ് പറയുന്ന, ദൈവസന്നിധിയിൽ പറയുന്നൊരു കാര്യം, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിൻ്റെ പ്രവാചകനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. വിശ്വാസത്താലുള്ള ബാക്കി മുഴുവൻ പേരും വാലിൻ്റെ 450 പ്രവാചകന്മാരും ആശേര പ്രതിഷ്ഠയെ പ്രവചിക്കുന്നവരാണ്. ആശേര അല്ലല്ലേ? അത് വായിച്ചാലും ഉണ്ടല്ലോ. കാളെ തരട്ടെ, വയ്ക്കട്ടെ. വിളിച്ചപേക്ഷിപ്പേ. സ്തോത്രം. അങ്ങനെ മതി. സ്തോത്രം. അവിടെ ഏലിയാവും രാജാവും തമ്മിൽ അവിടെ വാക്ക് സംസാരിക്കുകയാണ്. സ്തോത്രം. അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു ദൈവം ഉണ്ടെന്ന് അവിടെ വെളിപ്പെടുത്തണം. പ്രൈസ് ലോർഡ്. എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഏലിയാവ് മാത്രമുണ്ട്. ബാക്കി മുഴുവൻ പേരും ഇതേപോലെ കാഴ്ചയാലുള്ള, ഹല്ലേലൂയ, ഇതേപോലെ ഉറപ്പില്ലാത്ത കാണുന്നതിൽ ആശ്രയിക്കുകയും കാണുന്ന നിലവാരത്തിൽ നിന്ന്, ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം സഭകളിൽ നിന്ന് നടക്കുന്നത് കാണുന്നതിലാണെന്ന് ആശ്രയിക്കുന്നത്. വലിയ കൂട്ടങ്ങളിൽ, വലിയ ആർഭാടങ്ങളിൽ, വലിയ ആരാധനകൾ നടക്കുന്നിടത്തൊക്കെയാണ് കൂടുതലും ആൾക്കാർ കടന്നു പോകുന്നത്. അതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, കണ്ട് ആനന്ദിക്കുക. ആമേൻ. ഹല്ലേലൂയ. പേരിന്, പെരുമയ്ക്ക് വലിയ കൂട്ടം, വലിയ സംഘടന, വലിയ ആൾക്കാർ. ഹല്ലേലൂയ. ഇതെല്ലാം മായയിൽ ഉൾക്കൊള്ളുന്നതാണ്. ഞാൻ പറഞ്ഞ വിശ്വാസത്താൽ കൂടെ അല്ല അവിടെ അവരെ കൂടി വരുന്നത്. ആശയിൽ ഉൾപ്പെട്ടതാണ് ഈ ആരാധനകളൊക്കെ. ഒരു ബലൂണിന് ഉറപ്പില്ലാത്ത അവിടെ നടക്കുന്ന ആരാധനയിലൂടെ യാതൊരു വിടുതലുകളും
ആർക്കും ലഭിക്കത്തില്ല. അവർ വിശ്വാസത്തിൽ വളർന്നവരല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് സമൂഹത്ത് ഹല്ലേലൂയ സമൂഹ മാധ്യമങ്ങളിൽ ഹല്ലേലൂയ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അവിശ്വാസികൾ, ഹൈന്ദവരായിരിക്കുന്ന പലരും ഹല്ലേലൂയ ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഈ കൂട്ടായ്മകളിലേക്ക് വന്നിട്ട് അവർ വേഗത്തിൽ ഒന്നും പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ ഇത് ത്യജിച്ചു പറഞ്ഞിട്ട് പോകുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. ഇവിടെ വരുമ്പോൾ ഇവിടെ അവർ കരുതിയതുപോലെ ഒന്നും അവർക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുകയില്ല. എന്നാൽ അവർക്ക് ഉള്ളത് കൂടുതൽ നഷ്ടത്തിലാണ് ഇവിടെ കടന്നു പോകുന്നത്. അവരെ കാര്യങ്ങളൊന്നും സാധിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ശരിയായ ഒരു വിശ്വാസത്തിൻ്റെ മണ്ഡലത്തിലൂടെയല്ല ആ വലിയ കൂട്ടം പ്രവർത്തിച്ചു വരുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇതിന് നമ്മൾ എവിടെ നിന്ന് വന്നവരായിരുന്നാലും, ഏത് അവിശ്വാസത്തിൻ്റെ ഏത് ലോകത്തിൻ്റെ നടുവിൽ നിന്ന് എവിടെ നിന്നൊക്കെ വന്നവരായിരുന്നാലും, വിശ്വാസത്തിലേക്ക് ഉറപ്പ് വന്നില്ലെങ്കിൽ, വിശ്വാസത്തിൽ നമ്മുടെ ജീവിത വിശ്വാസ്യത ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ നമ്മൾ ഒന്നും പ്രാപിച്ചെടുക്കുവാൻ, രോഗി സൗഖ്യമാകത്തില്ല, ഭൂതം വിട്ടുപോകത്തില്ല, നമ്മുടെ കാര്യങ്ങളൊന്നും സാധിക്കത്തില്ല, നമ്മളെ ഉയർച്ച പ്രാപിക്കത്തില്ല, നമ്മൾ അനുഗ്രഹം പ്രാപിക്കത്തില്ല. ഇതൊക്കെ പ്രാപിച്ചെടുക്കണമെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വചനം കൂടി വായിച്ചങ്ങ് വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ ഇസ്രായേൽ മക്കളെ ഒന്ന് നോക്കിയാൽ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ഒരു സമയത്തായിരുന്നു ഫറവോന്റെ അടിമത്തത്തിലെ ആയിരുന്ന ഇസ്രായേൽ മക്കൾ ആമേൻ ദൈവവാഗ്ദത്തം ഹിതപ്രകാരം ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഒരുക്കിയ ദേശമാണ് കനാൻ ദേശം. ആ കനാൻ ദേശത്തേക്ക് ദൈവം അവരെ കൊണ്ടുപോകുവാൻ വേണ്ടി അടിമ വീടാകുന്ന മിസ്രൈമിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. പുറപ്പെടുവിച്ച് ഹല്ലേലൂയ. ആരാണ് അവർ പുറപ്പെടുവിച്ചത്? ആ മോശയുടെ നേതൃത്വത്തിൽ അവരെ പുറപ്പെടുവിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ, ഇസ്രായേൽ മക്കൾ ആരാണ്? അബ്രഹാമിൻ്റെ മക്കൾ, അബ്രഹാമിൻ്റെ മകനാകുന്ന ഇസഹാക്കിൻ്റെ മകനാകുന്ന യാക്കോബിൻ്റെ മകൻ യോസേഫ്. ആമേൻ. അവരുടെ ആ തലമുറകളാണ്. ആമേൻ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ അവർ മിസ്രൈമിൽ അടിമത്തത്തിൽ കുറേ കാലം വസിപ്പാനിടയിൽ തീർന്നു. 400 വർഷത്തിന് അപ്പുറം അധികം അവർ ആമേൻ 430 വർഷത്തോ അടിമ വീട്ടിൽ അടിമയായി ഇരിപ്പാനിടയിൽ തീർന്നു. അവിടെ നിന്ന് പുറപ്പെടുവിച്ച് അവരെ കൊണ്ടുവരുമ്പോൾ അവരെ അവിടെ നിന്ന് പുറപ്പെടുവിക്കുന്നത് വിശ്വാസത്താലാണ്. അവരെ കനാനിലേക്ക് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. അവരെ നടത്തിയ മോശ അവരെ അവിടെ നിന്ന് പുറപ്പെടുവിച്ച് ഹല്ലേലൂയ മരുഭൂമിക്കും ചെങ്കടലിനും എതിരെ ഉള്ള അവിടെ പാളയം ഇറങ്ങിയിരിക്കുമ്പോഴാണ് ഫറവോൻ സൈന്യം വരുന്നത് കേട്ടത്. ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേൽ മക്കൾ ആമേൻ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ ചെങ്കടലിനും മരുഭൂമിക്കും അരികെ പാളയം ഇറങ്ങിയിരിക്കുമ്പോഴാണ് തങ്ങളെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന മിസ്രൈം സൈന്യത്തെ കാണുവാൻ ഇടയിൽ തീർന്നത്. അവരെ കണ്ടിട്ട് ഇസ്രായേൽ മക്കൾ നിലവിളിച്ചു അല്ലേ? നമ്മൾ ചരിത്രം അറിയാൻ അവർ നിലവിളിച്ചപ്പോൾ ആമേൻ മോശയോട് പറഞ്ഞ് ഞങ്ങളെ കൊല്ലിക്കുവാനോ ഇവിടെ കൊണ്ടുവന്നത്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ ഇവിടെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഇസ്രായേൽ മക്കൾ മോശയോട് നിലവിളിച്ചപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവം പറഞ്ഞു അവരോട് നിലവിളിക്കാതെ മുമ്പോട്ട് പോകാൻ പറയാൻ പറഞ്ഞു. ഹല്ലേലൂയ. ദൈവം അവർക്ക് വേണ്ടി അന്ന് ഹല്ലേലൂയ ഒരു വഴി തുറക്കുവാനിടയിൽ തീർന്നു. ചെങ്കടൽ അവർക്ക് വേണ്ടി തുറക്കുവാനിടയിൽ തീർന്നു. ആമേൻ. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി ഒരു ചെങ്കടൽ തുറക്കുവാനിടയിൽ തീർന്നു. ആ ചെങ്കടലിലൂടെ ഇസ്രായേലിനെ കടത്തി. ഹല്ലേലൂയ. എന്നാൽ ചെങ്കടലിലൂടെ വിശ്വാസികൾ കടന്നുപോയി. ദൈവത്തിൽ ആശ്രയിച്ചവർ, ദൈവത്തെ മുറുകെ പിടിച്ചവർ, ഹല്ലേലൂയ, വിശ്വാസത്തിൽ ഉറപ്പുണ്ടായിരുന്നവർ, ആമേൻ, നയിച്ച നായകന്മാർ നടത്തിയവർ അത് കടന്നുപോയി. എന്നാൽ അവിശ്വാസികൾ മിസ്രൈമിൽ വന്ന് അത് കടന്നു പോകാൻ സാധിച്ചില്ല. ചെങ്കടലിൽ കടന്നു പോകാൻ സാധിച്ചില്ല. വിശ്വാസികൾ ഹല്ലേലൂയ കടന്നുപോയി. ഹല്ലേലൂയ. ചെങ്കടലിൽ കടന്ന് അക്കരെ കടന്നു. എങ്കിൽ അക്കരെ കടന്നപ്പോൾ മിരിയാം അക്കരെ കടന്ന്, എന്നാൽ മിസ്രൈം സൈന്യം ചെങ്കടലിൽ വെച്ച് തന്നെ അവരെ ചെങ്കടലിൽ വന്ന് അവരെ ആ ചെങ്കടലിൽ കടക്കാൻ ദൈവം അനുവദിച്ചില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ കിടന്ന് അക്കരെ കടന്നത് കണ്ട് അതെല്ലാം ഇസ്രായേൽ മക്കൾ കണ്ടതാണ്. എന്നാൽ അന്ന് മോശയുടെ സഹോദരിയാകുന്ന മിരിയാം തപ്പെടുത്ത്
ആമേൻ വാദ്യഘോഷം മുഴക്കിക്കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. തപ്പെടുത്തോടും വാദ്യത്വത്തോടും സകല ആമേൻ വാദ്യനാദത്തോടു കൂടെയൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്തു കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ ഇവരെല്ലാവരും കനാനിൽ എത്തിയെന്ന് വെച്ച് എത്തിയില്ല കേട്ടോ. വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ചു, ശരി തന്നെയാണ്. മിസ്രയീം വിട്ടു, ചെങ്കടൽ കടന്നു വിശ്വാസത്താൽ. പക്ഷെ കനാനിൽ എത്തിയെന്ന് വെച്ച് എത്തിയില്ല. ഇവരുടെ ജീവിതത്തില് ആമേൻ ദൈവത്തിന് വേണ്ടി കുഴലും തപ്പും എല്ലാം എടുത്ത് തമ്പുരും എല്ലാം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി വഴിയിൽ വെച്ച്. എന്നാൽ വിശ്വാസത്തിൽ ഉറപ്പില്ലാതെ ഇവരെല്ലാവരും മരുഭൂമിയിൽ വീണുപോയെന്നാണ്. അവരുടെ തലമുറകളാണ് മരുഭൂമിയിൽ വെച്ച് പുതിയ ജന്മം കൊണ്ട പുതിയ തലമുറകളാണ് കനാലിലേക്ക് കടന്നുപോയതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് 6 ലക്ഷം പുരുഷന്മാർ പുറപ്പെട്ടുവെങ്കിലും ആണുങ്ങൾ മാത്രം, പുരുഷന്മാർ മാത്രം 6 ലക്ഷം പേര്. അവരുടെ സ്ത്രീകൾ, അവരുടെ പുരുഷൻ, അവരുടെ കുടുംബങ്ങൾ, അങ്ങനെ കുറേ പേര് ഒരു 12-20 ലക്ഷത്തിന് താഴെ പുറപ്പെട്ടു എന്നാണ്. ഹല്ലേലൂയ. എന്നാൽ അവിടെ കനാനിലെത്തിയ 2 പേർ മാത്രമാണ് എത്തിയതെന്നാണ് പറയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. 2 പേര് ഇവിടെ നിന്ന് പുറപ്പെട്ടു. ആരൊക്കെയാണ്? കാലേബും യോശുവയും. വിശ്വാസത്തിൽ ഉറപ്പുള്ളവർ മാത്രം കനാനിലെത്തി. ഉറച്ചു നിന്നവർ പ്രതികൂലങ്ങളെ കണ്ട്, പ്രശ്നങ്ങളെ കണ്ട്, മരുഭൂമി കണ്ട്, രോഗം, ഭാരം, അത് ഇതൊക്കെ കണ്ട്, വീടില്ലാത്തത്, കൂടില്ലാത്തത്, സംരക്ഷണം ഇല്ലാത്തത്, ആമേൻ ഞെരുക്കങ്ങള്, ഇതൊക്കെ കണ്ട് പതറിയവര്, ദൈവത്തിന് വിരോധമായി പ്രവൃത്തവര് ആര് കനാലിലെത്തിയില്ല. ഹല്ലേലൂയ. എന്നാൽ എന്തൊക്കെ വന്നാലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ കനാലിലെത്തുവാൻ സാധിക്കത്തുള്ളൂ. ഈ ആശയേറുന്ന, ആശ വളർന്ന്, ഈ ആശ നമ്മുടെ ജീവിതത്തിൽ ആശ കൂടെ നിറഞ്ഞവരാണ് മനുഷ്യനെന്ന് ഞാൻ പറയുന്നത്. ആശിക്കുന്നത് ഉറപ്പും കാണാത്ത കാര്യം നിശ്ചയം. ആശിക്കുന്നതിൻ്റെ ഉറപ്പ് കാണാത്ത കാര്യം നിശ്ചയം. ആശ ഉറപ്പായി തീരണം. നമ്മൾ ആമേൻ ഈ 4-5 തലങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ഞാൻ പറഞ്ഞത്, ഒന്ന് ആമേൻ നീർക്കുമിളയുടെ അവസ്ഥ പറഞ്ഞു, നീർക്കുമിളയുടെ വിശ്വാസം. 2ാമത് പറഞ്ഞത് ബലൂണിൻ്റെ വിശ്വാസം. 3ാമത് സൈക്കിളിലുള്ള വിശ്വാസം. 4ാമത് പറഞ്ഞത് ആമേൻ ബൈക്കിലുള്ള ഒരു വിശ്വാസം. ഇതൊക്കെ ഉറപ്പിലേക്ക് കയറി പോവുകയാണ്. 5ാമത് ഉറപ്പുള്ള ഒരു വാഹനത്തെക്കുറിച്ച്. 6ാമത് വേറൊരു തലത്തിലേക്ക് പറയുന്നു. ഉറച്ച വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നേരിട്ടാലും, ഏതൊക്കെ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയാലും വിശ്വാസ ജീവിതമാണ് ഹല്ലേലൂയ നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരണം. ഇന്ന് പകൽക്കാലത്തിൽ ഈ സഭയുടെ നടുവിൽ ഇവ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾ എത്രത്തോളം അത് സ്വീകരിച്ചു എന്നുള്ളത് ഹല്ലേലൂയ അമ്മ കേട്ടു മനസ്സിലാക്കി എന്നുള്ളത് ഹല്ലേലൂയ അമ്മ ഇതിനനുസരിച്ചാകുന്നു നമ്മൾ നാളുകളിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനിരിക്കുന്നത്. അല്ലാതെ ഇത് നമ്മൾ സ്വീകരിച്ചില്ല എങ്കിൽ, ഇതിൽ നമ്മൾ കേട്ട് ഗ്രഹിച്ചില്ല എങ്കിൽ, നമ്മൾ ഇതിനെ തിരസ്കരിക്കുകയാണെങ്കിൽ, ഈ വിശ്വാസ ജീവിതത്തിൽ ഉറപ്പ് വരുത്തിയിട്ടില്ലെങ്കിൽ ഒന്നും നമ്മൾ നമ്മളെ പ്രാപിച്ചെടുക്കത്തില്ല. ആര് ഏത് ദിവസം വന്ന് എവിടെ കൂടി വന്ന് പ്രവചനം പറഞ്ഞ് ഇതാ പിടിച്ചോ, അവിടെ പിടിച്ചോ, പ്രാപിച്ചോ, ലഭിച്ചോ എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ചോ, നിനക്ക് കിട്ടിയിരിക്കുന്നു, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയിലാണ് ഹല്ലേലൂയ നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു വരുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളെ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലും അപ്പോസ്തലന്മാർ ഇങ്ങനെ ശുശ്രൂഷിക്കുന്ന സമയത്തും വിശ്വാസമുള്ളവരെയാണ് സൗഖ്യമാക്കിയത്. വിശ്വാസം ഇല്ലാത്തവരെ, വിശ്വാസത്തിൽ ഉറപ്പ് വന്നവരുടെ കാര്യത്തിൽ നിരവധി പേര് അവരെയൊക്കെ അനുഗമിച്ചു. യേശുവിൻ്റെ കാലത്തിലും അപ്രകാരമായിരുന്നു. വിശ്വാസത്തിൽ ഉറപ്പുള്ളവർ മാത്രം അവർ വിടുതൽ പ്രാപിച്ചു. ഏതൊരു വ്യക്തിയെ നോക്കിയാലും വിശ്വാസത്തിൽ ഇല്ലാത്ത ആർക്കും ഒന്നും പ്രാപിച്ചെടുക്കാൻ സാധിച്ചില്ല. എന്നാൽ വിശ്വാസത്തിൽ ഉറപ്പില്ലാത്ത ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു, അത് കാണുവാൻ കഴിഞ്ഞു. എന്നാൽ അവരെ താങ്ങി നടത്തി അവരെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി തീർത്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ ആ വിശ്വാസത്തിൻ്റെ നായകൻ നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ന് പകൽക്കാലത്തിൽ നമ്മൾ കർത്താവിൽ വിശ്വസിക്കാമോ? കർത്താവിൽ അവൻ വിശ്വസിക്കുന്നു എന്ന് വിശ്വസിക്കാമെന്ന് പറയുമ്പോൾ അതിന് ഹല്ലേലൂയ അവൻ വാക്കുകളിൽ അതിൻ്റെ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസ ഉറപ്പിലേക്ക് നമ്മളെ കൊണ്ടുവരണം. എന്തു തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും, ഏത് തന്നെ വന്നാലും, ഏത് ക്ഷീണം, ഏത് ഭാരം, ഏത് പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വന്നാലും ഞാൻ ഉറച്ചു നിൽക്കും. എന്നെ ക്രിസ്തുവിൽ നിന്ന് വേർതിരിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ ഒന്നും ആർക്കും കഴിയത്തില്ല. ഞാൻ ബലൂൺ പോലുള്ള ആമേൻ ആശകളിൽ ഞാൻ ആശ്രയിക്കത്തില്ല. നീർക്കുമിള പോലുള്ള ആശിപ്പിക്കുന്നതിൽ ഞാൻ ആശ്രയിക്കത്തില്ല. ഞാൻ ഉറപ്പിൽ ഞാൻ വിശ്വസിക്കും. ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചത് ഉറച്ചൊരു കാര്യമാണ്, ഉറച്ച തീരുമാനമാണ്. ഞാൻ കനാലിലെത്തും, സ്വർഗീയ കനാലിലെത്തും. ഞാൻ അവിടെയുള്ള അവകാശം, എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അവകാശത്തിലേക്ക് ഞാൻ പ്രവേശിക്കും.
എനിക്കത് ലഭിക്കും എന്ന് ഈ കാലഘട്ടത്തിലെ നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ, വിശ്വാസത്തിൽ ഉറപ്പ് വന്നാൽ മാത്രമേ നമുക്കൊരുക്കിയിരിക്കുന്ന നന്മകളെ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ, വിടുതലുകളെ പ്രാപിച്ചെടുക്കുവാൻ, അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഉള്ള ഒന്നിനാലും ഒന്നും യാതൊന്നും പ്രാപിച്ചെടുക്കത്തില്ല ദൈവങ്ങളെ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് എപ്പോഴും എനിക്ക് പറയാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഈ ശബ്ദം കേട്ടിരിക്കുകയാണ്. ഈ ഉറപ്പിനെ കുറിച്ച് ഇന്ന് നിരവധി സഭകളിലും സംഘടനകൾക്കാരും ഒക്കെയും ശുശ്രൂഷകൾ നടത്തുന്നു. ആമേൻ. ദൈവാലയ ആരാധനകൾ നടത്തുന്നുണ്ട്. ആളുകളൊക്കെ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസികളോ അവിശ്വാസികളോ, അവിശ്വാസത്തിലോ വിശ്വാസത്തിലോ, ഏതിനാലൊന്നും അറിയത്തില്ല. നാടോടുന്നു, നടുകെ ഓടുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിൽ വളർച്ച പ്രാപിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല, പ്രാപിച്ചിട്ടില്ല. വളർച്ച പ്രാപിച്ചവരായി നമുക്ക് മുന്നേറാം. ലോകത്തെ വിടാം നമുക്ക്. ആമേൻ. ലോകത്തിലെ നമ്മൾ വിട്ടില്ലേലും ആമേൻ, നമ്മൾ വിശ്വാസത്തിൽ ഉറപ്പുണ്ടോ? നമ്മൾ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ഒരു കാലത്ത്, ഒരു സമയത്തിൽ നമ്മൾ വിടും, എല്ലാം വിടും. ലോകത്തിലുള്ളതൊക്കെ ഈ മായ എന്ന് പറയുന്നു. മായയെ നമ്മൾ വിടും. എന്നാൽ ഉറപ്പുള്ള തലത്തിലേക്ക് നമുക്ക് കയറിപ്പോകണമെങ്കിൽ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. നമുക്ക് വേണ്ടി ഒരു നിത്യത നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അത് വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. ആ നിത്യതയിലേക്ക് നമുക്ക് കടന്നു പോകാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലത്തിൽ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ വചനങ്ങളെ ഞങ്ങൾ കേൾക്കുവാനിടയിൽ തീർന്നു. അങ്ങ് ഞങ്ങളോട് ഇന്ന് പകൽക്കാലത്തിൽ സംസാരിച്ചതിനായി നന്ദി കർത്താവേ. അങ്ങയുടെ ജനത്തെ, അങ്ങയുടെ മക്കളെ മുഴുവനായി ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. ആളുകളെ ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി നിൽക്കുവാൻ കർത്താവേ, അങ്ങയെ ആരാധിപ്പാൻ, അങ്ങയിൽ ഉറച്ചു നിന്ന് കർത്താവേ അന്ത്യം വരെയും ഉറച്ചു നിൽക്കുവാൻ അങ്ങ് സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമെന്ന കർത്താവ് വിശ്വാസികളെയാണ് ഉറപ്പിക്കുന്നത്. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ യോശുവയെ ഉറപ്പിക്കുന്നതായി കാണുവാൻ കഴിയും. ദൈവമെന്ന കർത്താവ് യോശുവയെ ഉറപ്പിച്ചത് ഇപ്രകാരം: നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. എന്നാൽ നീ നിന്റെ മുമ്പിലുള്ള ജനത്തിന് നിനക്ക് അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത ദേശം അവർക്ക് വേണ്ടി വിഭജിച്ചു കൊടുക്കും. ഹല്ലേലൂയ. അതേ കർത്താവേ, ഞങ്ങൾ പ്രാപിക്കേണ്ടത് പ്രാപിച്ചെടുക്കുവാൻ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി ഞങ്ങൾ ആശിക്കുന്ന ഞങ്ങളുടെ ആശ അത് ഉറപ്പുള്ളതിലേക്ക് തീരുവാൻ തക്കണം. ഞങ്ങൾ വായിച്ചു ആശിക്കുന്നത്, ആമേൻ, വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അതിനാലല്ലോ പൂർവ്വപിതാക്കന്മാർ സാക്ഷ്യം പ്രാപിച്ചത്. അത് അങ്ങയുടെ മക്കളെ തിരുസന്നിധിയിൽ ഏൽപ്പിച്ചു തരുന്നു. എല്ലാവരെയും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം